നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സറണ്ടർ, ലെറ്റ് ഹിസ് വിൽ ബി ഡൺ എന്നാണ്. സറണ്ടർ എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, സ്വയം സമർപ്പിക്കുക. ലെറ്റ് ഹിസ് വിൽ ബി ഡൺ, അവൻ്റെ ഇച്ഛ നടക്കട്ടെ, ശരണാഗതിയാണ്. ജീസസ് പറഞ്ഞിട്ടുണ്ട്, നോട്ട് മൈ വിൽ ബട്ട് ദൈൻ ബി ഡൺ എന്ന് കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം വളരെ മനോഹരമായി കെയർഫുള്ളായി ജീവിക്കാൻ ശ്രമിക്കുന്നു. നമ്മളെല്ലാം മാനേജ് ചെയ്യുന്നു. നമ്മളുടെ ജീവിതത്തിൽ പല പല ഏരിയാസ് ഉണ്ടല്ലോ. കുടുംബജീവിതമുണ്ട്, നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സമൂഹമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ജീവിച്ചുകൊണ്ട് പോരുകയാണ്. നമ്മൾ കഴിയുന്നതും നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി സെക്യൂർ ആക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഈ ലൈഫ് തന്നെ നമുക്കൊരു റിമൈൻഡറായിട്ട് വരും. ഓക്കെ, നമ്മളൊന്ന് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കും. എന്ത്? എല്ലാം നീ വിചാരിച്ചതുപോലെ പോകില്ല. ഓക്കെ, നമുക്കൊരു വില്ലുണ്ടല്ലോ. ആ വിൽ, ആ ഇച്ഛാശക്തി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊള്ളണമെന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ പല വേളകളിലും നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ പെർഫെക്റ്റ് ആകുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആകില്ല. ആ സമയത്താണ് നമുക്ക് ജീവിതത്തിൻ്റെ ഭാരം ശരിക്കും തോന്നിപ്പോകുന്നത്. വി ആക്ച്വലി ഫീൽ ദ വെയ്റ്റ് ഓഫ് ലൈഫ്. ശരിക്ക് ലൈഫ് ഹെവിയാണോ? അല്ല, ലൈഫ് ശരിക്കും ഹെവി അല്ല. ബട്ട് വി ഫീൽ ഇറ്റ് ഇസ് ഹെവി. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. വി ക്യാരി എവറിത്തിങ് ഓൺ അവർ ഹെഡ്, ഓൺ അവർ ഷോൾഡേഴ്സ്. നമ്മളെല്ലാ റെസ്പോൺസിബിലിറ്റിയും എടുക്കുകയാണ്. എല്ലാം ഞാൻ തന്നെ ഫിക്സ് ചെയ്യണം. ഞാൻ വിചാരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നന്നായി നടക്കില്ല, ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാകില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇന്നത്തെ സെഷനിൽ നമ്മളൊരു ഡിഫറെൻറ്റ് പോസിബിലിറ്റി അന്വേഷിക്കുകയാണ്. അതിനാദ്യം ചോദിക്കാനുള്ള ചോദ്യം, ഇസ് സറണ്ടർ റിയലി നെസസറി എന്നാണ്. ശരിക്കും ആവശ്യമാണോ സറണ്ടർ? എന്തിനാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്? സറണ്ടർ എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ലേ? അത് ശരിക്കും ശക്തിയുടെ പ്രതീകമാണോ, അടയാളമാണോ? എല്ലാം എൻ്റെ കൺട്രോളിലാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ സറണ്ടറിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? സറണ്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നിൽ ഉള്ള വിശ്വാസമില്ലാത്തതല്ലേ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതല്ലേ? നമ്മളെല്ലാ സ്ഥലത്തും നിന്നും പഠിക്കുന്നത് നമ്മൾ ചെയ്യണമെന്നാണ്, നമ്മിൽ വിശ്വസിക്കണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ സറണ്ടർ എന്ന പദം ഒരു വിരുദ്ധമായ ആശയമായി വരില്ലേ എന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് സ്വയം ചോദിക്കാവുന്നതാണ്. സറണ്ടർ അഥവാ വേണമെങ്കിൽ ഏത് പോയിന്റിലാണ് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത്? അങ്ങനെ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം? നമുക്ക് ശാന്തിയും സമാധാനവും സറണ്ടറിലൂടെ അനുഭവവേദ്യമായി വരുമോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കണം. ഇനി അഥവാ സറണ്ടർ വേണം എന്ന തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എവിടേക്കാണ് സറണ്ടർ ചെയ്യേണ്ടത്? ആർക്കാണ് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത്? ഒരു ക്ലാരിറ്റി നമുക്ക് വരണം. അതിനാദ്യം സറണ്ടർ എപ്പോൾ വേണം എന്ന് നോക്കാം. വെൻ ലൈഫ് ഗിവ്സ് us മോർ ദൻ വി ക്യാൻ ഹാൻഡിൽ. ജീവിതം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നൽകുമ്പോൾ സറണ്ടർ ആവശ്യമായി വരും. നമുക്ക് കൂടുതൽ ഭാരം വഹിക്കേണ്ടി വരുമ്പോൾ സറണ്ടർ ആവശ്യമായി വരും. 2, വെൻ ദ ബേർഡൻ ബിക്കംസ് ഹെവിയർ ദാൻ വി ക്യാൻ ബെയർ. നമുക്കെല്ലാവർക്കും ഒരു ത്രഷോൾഡ് ഉണ്ട്. ഇത്ര വരെ എനിക്ക് എടുക്കാം, നമുക്കെല്ലാവർക്കും ഉണ്ടത്. ആ ഒരു ത്രഷോൾഡ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭാരമായി വരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ഭാരം നമുക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി വരുന്ന സമയത്ത് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടതായി വരും. 3, വെൻ ആർ ലോഡ് ബിക്കംസ് ഗ്രേറ്റർ ദൻ ആർ സ്ട്രെങ്ത്. നമ്മുടെ ഭാരമുണ്ടല്ലോ, നമ്മൾ വഹിക്കുന്ന ഭാരമുണ്ടല്ലോ, നമ്മുടെ ശക്തിയേക്കാൾ വലുതാകുമ്പോൾ. കൂടുതൽ ശക്തിയുള്ളവർക്ക് കൂടുതൽ ഏറ്റെടുക്കാൻ സാധിക്കും, കുറഞ്ഞ ശക്തിയുള്ളവർക്ക് കുറഞ്ഞ ലോഡേ എടുക്കാൻ സാധിക്കുകയുള്ളൂ.
ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്ത് പോലും കുറയുന്നതായിട്ട് തോന്നും. മനസ്സ് പിടിവിടുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായി ഉള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതായി തോന്നുമ്പോൾ അവിടെ സാധാരണ എടുക്കാൻ പറ്റുന്ന ലോഡ് പോലും നമുക്ക് എടുക്കാൻ കഴിയാത്തതായിട്ട് വരും. 4, വെൻ ദ ചാലഞ്ചസ് ബിഫോർ അസ് എക്സീഡ് അവർ സ്ട്രെങ്ത്. നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ, പലതരം ചാലഞ്ചസ് നമുക്കുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്, കുടുംബത്തിൽ പല വിഷയങ്ങളുണ്ട്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വെല്ലുവിളികളാണ്. വെൻ ദോസ് ചാലഞ്ചസ് എക്സീഡ് അവർ സ്ട്രെങ്ത്, നമ്മുടെ ശക്തിയെ മറികടക്കുന്ന സമയത്ത് ഈ ഭാരം നമുക്ക് താങ്ങാൻ വിഷമമായിട്ട് വരും. ശ്രീ രമണ മഹർഷി പറയുന്നു, എ പാസഞ്ചർ ഇൻ എ ട്രെയിൻ കീപ്സ് ഹിസ് ലോഡ് ഓൺ ദ ഹെഡ് ബൈ ഹിസ് ഓൺ ഫോളി. ഒരു ട്രെയിൻ യാത്രക്കാരൻ സ്വന്തം മണ്ടത്തരം കൊണ്ടാണ് തൻ്റെ ഭാരം തലയിൽ തന്നെ വെക്കുന്നത്. നോക്കൂ, ഇദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ട്രെയിന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. കൂടെ ഈ ഭാരവുമുണ്ട്. പക്ഷേ ഈ ഭാണ്ഡക്കെട്ട് താഴെ വേണമെങ്കിൽ ഇറക്കി വയ്ക്കാം. പക്ഷെ ഇദ്ദേഹം ഹീസ് ക്യാരിയിങ് ദാറ്റ് ലോഡ് ഓൺ ദ ഹെഡ്. എന്തുകൊണ്ട്? ബൈ ഹിസ് ഓൺ ഫോളി. സ്വന്തം മണ്ടത്തരം കാരണമാണ് ഇത് വഹിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് മഹർഷി പറയാണ്. ലെറ്റ് ഹിം പുട്ട് ഇറ്റ് ഡൗൺ, ഹി വിൽ ഫൈൻഡ് ദ ലോഡ് റീച്ചസ് ദ ഡെസ്റ്റിനേഷൻ ഓൾ ദ സെയിം. അയാൾ താഴെ അത് വെച്ചോട്ടെ, ഇറക്കി വെച്ചോട്ടെ ആ ഭാരം. അപ്പോൾ ലോഡ് എന്തായാലും ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്ന് മഹർഷി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സിമിലർലി, ലെറ്റ് us not pose as the doers, but resign ourselves to the guiding power. അതുപോലെ തന്നെ നമുക്കും കർമ്മം ചെയ്യുന്നവരായി നടിക്കാതിരിക്കാം. ലെറ്റ് us not pose. നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ട്, നമ്മളാണ് ചെയ്യുന്നത്, ഞാനാണ് ചെയ്യുന്നത് എന്നത്. അങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാണ്. ബട്ട് റിസൈൻ ourselves to the guiding power. നമുക്ക് വഴി കാണിച്ചു തരുന്ന ആ ശക്തിക്ക് സ്വയം കീഴടങ്ങാം എന്ന് പറയുകയാണ് രമണ മഹർഷി. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും നമ്മുടെ തലയിൽ ധാരാളം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ശരിക്കും നോക്കിയാൽ ഒരു പ്രത്യേക ഇൻ്റലിജൻസ് ആണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സത്യം അവിടെയുണ്ട്, പക്ഷെ നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നില്ല. അജ്ഞത കാരണമാണ് നമുക്ക് തോന്നുന്നത് നമ്മളാണ് ഇതെല്ലാം കൊണ്ട് നടക്കുന്നത് എന്ന്. നമ്മൾ പറയുകയാണ്, നമുക്ക് ഈ ഭാരം സ്വന്തം ആയി വഹിക്കണം, നമുക്ക് ഓരോരുത്തർക്കും തോന്നുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വി സഫർ. വെൻ വി ടേക്ക് ദ ലോഡ് ഓൺ അവർ ഷോൾഡേഴ്സ് വി സഫർ. ട്രെയിൻ യാത്രികൻ ലഗേജ് താഴെ ഇറക്കി വയ്ക്കാൻ മറന്നു പോയതുപോലെ നമുക്കും നമ്മുടെ ജീവിത വിഷമങ്ങൾ താഴെ വേണമെങ്കിൽ ഇറക്കി വയ്ക്കാം, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് താഴെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുമോ എന്ന ചോദ്യം ചിലർ ചോദിക്കും. ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്താ കാരണം? നിങ്ങളുടെ ജീവിതം ഇറ്റ് ഈസ് ഓൾറെഡി മൂവിങ് ഫോർവേഡ്. ദ ട്രെയിൻ ഇസ് ഓൾറെഡി മൂവിങ് ഫോർവേഡ്. ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആ ഭാരം തലയിൽ വെച്ചാലും ശരി, താഴെ ഇറക്കി വെച്ചാലും ശരി, ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന പോലെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ലഗേജ് തലയിൽ ചുമന്നുകൊണ്ട് നടന്ന എന്താ പ്രശ്നം? എന്തായാലും നമ്മൾ ജീവിച്ചേ പറ്റൂ, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന ഒരു ധാരണയുണ്ടല്ലോ. ആ ധാരണയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് വല്ലാത്ത സഫറിങ് ഉണ്ടാക്കും. അതാണ് മഹർഷി പറഞ്ഞത്, ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് നടിക്കാതിരിക്കാം. ആ ഒരു ധാരണ വേണ്ട എന്നാണ് പറയുന്നത്. നമുക്ക് വഴി കാണിച്ചു തരുന്ന ആ ഒരു ശക്തിയുണ്ടല്ലോ, ഗൈഡിങ് പവർ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മഹർഷി ഇത് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴെ കാണുന്ന സഫററാണ്. വി ആർ ദ വൺ ഹൂ സഫറിങ്. വിഷമിച്ചിരിക്കുന്ന ആളാണ് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗൈഡിങ് പവറുണ്ട്. അതാണ് മഹർഷി പറഞ്ഞത്, റിസൈൻ അവർ സെൽസ് ടു ദ ഗൈഡിങ് പവർ എന്ന്. നമുക്ക് വഴി കാണിച്ചു തരുന്ന, നമുക്ക് ആ വെളിച്ചം കാണിച്ചു തരുന്ന ആ ശക്തിക്ക് സ്വയം കീഴടങ്ങാമെന്ന് പറയുകയാണ്. നമുക്ക് പ്രകാശം നൽകുന്ന ആ ശക്തിയുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലാണുള്ളത്. ആ ഈശ്വര ചൈതന്യമുണ്ടല്ലോ,
അതിലേക്ക് നമുക്ക് സറണ്ടർ ചെയ്യാമെന്ന് മഹർഷി പറയുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ വി വിൽ സഫർ. ആ വലിയ ശക്തിക്ക് നമുക്ക് സറണ്ടർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇതാണ് വിഷയം. വിത്തൗട്ട് സറണ്ടറിങ് വി കനോട്ട് സേവ് അവർ സെൽസ്. ഞാൻ തന്നെ എന്നെ രക്ഷപ്പെടുത്തും എന്ന ഭാവമാണ് എനിക്കുള്ളത് എങ്കിൽ ഓക്കെയാണ്. ഒരിക്കലും ആ ഹയർ പവർ, ഗോഡ്, എന്ത് പേരും വിളിച്ചോളൂ, എതിര് നിൽക്കില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ തന്നെ കൊണ്ടുപോകും, എനിക്കൊന്നിൻ്റെയും ആശ്രയം വേണ്ട എന്ന് പറഞ്ഞാൽ നോബഡി ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് യു. ആ സുപ്രീം പവർ വിൽ നോട്ട് സ്റ്റോപ്പ് യു. ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ആ ഗൈഡിങ് പവറിന് പൂർണ്ണമായി അർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട് എന്നതാണ് കാതലായ സത്യം. ഇതുതന്നെയാണ് യേശുക്രിസ്തു അരുളി ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഫോർ ഹൂ എവർ വാണ്ട്സ് ടു സേവ് ദിയർ ലൈഫ് വിൽ ലൂസ് ഇറ്റ്, ബട്ട് ഹൂ എവർ ലൂസസ് ദിയർ ലൈഫ് ഫോർ മീ വിൽ ഫൈൻഡ് ഇറ്റ്. ഒരു ട്രിക്കി ആയിട്ടുള്ള കോട്ടാണത്. സ്വന്തം ജീവിതം രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, ഫോർ ഹൂ എവർ വാണ്ട്സ് ടു സേവ് ദിയർ ലൈഫ് വിൽ ലൂസ് ഇറ്റ്, അവർക്കത് നഷ്ടമാകും, അവർ തന്നെ അത് നഷ്ടപ്പെടുത്തും എന്ന് പറയുകയാണ്. ബട്ട് ഹൂ എവർ ലൂസസ് ദിയർ ലൈഫ് ഫോർ മീ വിൽ ഫൈൻഡ് ഇറ്റ്. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവർ അത് കണ്ടെത്തും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അവന് ശരിക്കും ജീവൻ നഷ്ടപ്പെടുകയില്ല എന്ന് പറയുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ് അത്. കാരണം ഇത് മാത്യുവിൽ മാത്രമല്ല, നോക്കിയ സമയത്ത് മാർക്കിലും ലൂക്കിലും ജോണിലും എല്ലാത്തിലും ഉണ്ട്. ഇത് അദ്വൈത വേദാന്തത്തിൽ പൂർണ്ണമായി അധിഷ്ഠിതമായ ഒരു ടീച്ചിങ് ആണ് എന്ന് മനസ്സിലാക്കണം. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. പക്ഷേ എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് അത് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നേരത്തെ മഹർഷിയുടെ കോട്ടിൽ സഫററും ഒരു ഗൈഡിങ് പവറും ഉണ്ടല്ലേ. ഇതായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഹൂ എവർ ലൂസസ് ദിയർ ലൈഫ് ഫോർ മീ വിൽ ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞില്ലേ. ഇവിടെ സഫറർ, വിഷമിക്കുന്നവൻ, മസ്റ്റ് ലൂസ് ഹിസ് ലൈഫ് ഫോർ ദ ഗൈഡിങ് പവർ എന്നാണല്ലോ പറഞ്ഞത്. അതിനർത്ഥം നമ്മൾ ആ പരമാത്മ തത്വത്തെ അറിയാൻ വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ നമുക്ക് ജീവനുണ്ടാകും, നമുക്ക് ശാന്തി ഉണ്ടാകുമെന്നാണ് അർത്ഥം. അപ്പോൾ വിഷമിക്കുന്ന ആളുണ്ടല്ലോ, താൻ പോലും അറിയാതെ ആ ശക്തിയിലേക്ക് സറണ്ടർ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇതാണ് മീനിങ്. ഇഫ് യു വോണ്ട് ടു സേവ് യുവർ ലൈഫ് യു വിൽ ലൂസ് ഇറ്റ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്ന ഭാവത്തോടു കൂടി ജീവിച്ചാൽ എനിക്ക് ഒരിക്കലും രക്ഷയുണ്ടാകില്ല. എല്ലാം എനിക്ക് എന്ന തോന്നലിൽ ഞാൻ ജീവിച്ചാൽ യു വിൽ ലൂസ് ഇറ്റ് എന്നാണ് ക്രിസ്തു പറയുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ നിങ്ങൾ നശിക്കും എന്ന മീനിങ് ആണ്. നിങ്ങൾ ജീവിക്കുമ്പോൾ ആ പരമാത്മ തത്വത്തെ അറിയാതെ ജീവിച്ചാൽ, ആ പരമാത്മ തത്വത്തിന് വേണ്ടിയല്ലാതെ ജീവിച്ചാൽ ആ ജീവിതം യൂസ്ലെസ് ആകുമെന്നാണ് ക്രൈസ്റ്റ് പറയുന്നത്. ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷ എന്നൊരു കഥയുണ്ട്. ശ്രീ ശുകമുനി പരീക്ഷത്തിനോട് പറയുന്നൊരു കഥയാണ്. അതിൽ 8ാമത്തെ സ്കന്ധത്തിലാണ് ഉള്ളത്. വളരെ വലുപ്പമുള്ള ഒരു വലിയ പർവ്വതമുണ്ട്, ത്രികുടം എന്ന പേരിലൊരു പർവ്വതം. വലിയൊരു മലയാണ്. അവിടെ ഒരു ഗജശ്രേഷ്ഠൻ ജീവിച്ചിരുന്നു. കുറേ പിടിയാനകളും കൂടെ ഉണ്ടായിരുന്നു അത്രേ. വലിയ കൂട്ടമായത് കാരണം മറ്റെല്ലാ മൃഗങ്ങളും ഇവരെ പേടിച്ചുകൊണ്ടാണ് അവിടെ ഒന്നും നിൽക്കില്ല. ഈ ത്രികുട പർവ്വതം ഉണ്ടല്ലോ, ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമുണ്ടായിരുന്നു. ധാരാളം വൃക്ഷങ്ങളും പൂക്കളും ഒക്കെ ഉള്ളൊരു തടാകം, ഈ കാണുന്ന തടാകം അവിടെ ഉണ്ടായിരുന്നു. ഗജേന്ദ്രൻ തുമ്പിക്കൈ കൊണ്ട് വെള്ളമെടുത്ത് കോരിയെടുത്ത് കുടിക്കും, ആസ്വദിക്കും. ദേഹത്ത് ഒഴിച്ച് ക്ഷീണം ഒക്കെ ഇങ്ങനെ മാറ്റുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം വളരെ ബലവാനായിട്ടുള്ളൊരു മുതല ഗജേന്ദ്രൻ്റെ കാലിൽ പിടിക്കുകയാണ്. അപ്പോൾ ഗജേന്ദ്രൻ വളരെ തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പിടുത്തം വിടർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. പ്രാരബ്ധ കർമ്മം എന്നാണ് ഭാഗവതം പറയുന്നത്. ആ പ്രാരബ്ധ കർമ്മയുടെ പിടിയിൽ പെട്ടുപോയി ഗജശ്രേഷ്ഠൻ. പിടിയാനകളൊക്കെ അവിടെ ഉണ്ട്, ഒച്ചത്തിൽ നിലവിളിച്ചു. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. മറ്റ് പല ആനകളും വന്നു ഗജശ്രേഷ്ഠനെ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ മുതലയുടെ ശക്തി വളരെ അപാരമായത് കാരണം ഗജശ്രേഷ്ഠന് വിടർത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു രക്ഷയുമില്ലാന്ന് കണ്ട സമയത്ത് പിടിയാനകളൊക്കെ കൊല വിട്ടു. എത്ര നോക്കി നിൽക്കും ഇവിടെ. അങ്ങനെ ഗജേന്ദ്രൻ ഒറ്റയ്ക്കായി. ഗജേന്ദ്രനെ
വലിച്ചുകൊണ്ട് പോവാണ്. ശക്തി മുഴുവൻ ചോർന്നു പോയതായിട്ട് ഈ ഗജേന്ദ്രന് തോന്നി. ഇറ്റ് ബിക്കെയിം ടോട്ടലി പവർലെസ്. മുതലയുടെ ശക്തി ആ സമയത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗജേന്ദ്രൻ മനസ്സിൽ പറഞ്ഞു, എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എന്നെ വിട്ടുപോയി, ആരും എന്നെ രക്ഷിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ ഗജശ്രേഷ്ഠൻ എന്ത് ചെയ്തു? നിക്കക്കള്ളില്ലാതെ വന്ന സമയത്ത് തുമ്പിക്കൈ കൊണ്ട് ഒരു താമരപ്പൂ പറിച്ചെടുത്തു. എന്നിട്ട് പൂർവ്വജന്മത്തിൽ അദ്ദേഹം ഈ ആന അഭ്യസിച്ചിരുന്ന ഒരു സ്തോത്രം ഉണ്ടായിരുന്നു അത്ര. പൂർവ്വജന്മവാസനകൾ എല്ലാവരുടെയും ഉള്ളിലുള്ള പോലെ തന്നെ ഈ ഗജശ്രേഷ്ഠൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. ഗജശ്രേഷ്ഠൻ മറ്റൊരു രാജാവായിരുന്നു, ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള പറഞ്ഞൊരു രാജാവായിരുന്നു. ഈ ഒരു ജന്മത്തിൽ ആനയായിട്ട് ജനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്തോത്രം ചൊല്ലിയത്രേ. ആ സ്തോത്രം ചൊല്ലിയ സമയത്ത് വിഷ്ണു ഗരുഡൻ്റെ പുറത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ടു. കരുണ കൊണ്ട് ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈ പിടിച്ചു, കരയിലേക്ക് വലിച്ചു. ആ വലിയുടെ ശക്തി കൊണ്ട് എന്ത് സംഭവിച്ചു? ആനയോടൊപ്പം മുതലയും കരയിലെത്തി. എന്നിട്ട് ചക്രം ഉപയോഗിച്ച് മുതലയുടെ മുഖം പിളർക്കുകയാണ് ചെയ്തത് വിഷ്ണു. ഗജേന്ദ്രൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ പൂർവ്വജന്മശാപം കൊണ്ടായിരുന്നു മുതല അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ബിക്കെയിം ലിബറേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗജേന്ദ്രൻ ഭഗവാനെ ശിരസ്സുകൊണ്ട് നമിച്ചു, സ്തുതിച്ചു, എന്നിട്ട് പ്രദക്ഷിണം ചെയ്തു. ഗജേന്ദ്രൻ ജപിച്ച സ്തോത്രം ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇതായിരുന്നു: ഐ ബോ ടു ദ സെൽഫ് ലൂമിനസ് ലൈറ്റ് ഓഫ് ദ സെൽഫ്. ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആന തുടങ്ങിയത്. ടു ദ സെൽഫ് ലൂമിനസ് ലൈറ്റ് ഓഫ് ദ സെൽഫ്, ദ വിറ്റ്നസ്, ദ സുപ്രീം റിയാലിറ്റി, ദാറ്റ് വിച്ച് ഇസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് സ്പീച്ച്, ബിയോണ്ട് ദ സെൻസസ് ആൻഡ് ഈവൺ ബിയോണ്ട് ദ മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ്. അപ്പോൾ ഞാൻ നമിക്കുന്നു, ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഗജശ്രേഷ്ഠൻ സ്തോത്രം ചൊല്ലിയത്. എന്താ പറഞ്ഞത്? ദാറ്റ് വിച്ച് ഇസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് സ്പീച്ച്, ബിയോണ്ട് ദ സെൻസസ്, വാക്കുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ, ബിയോണ്ട് ദ മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ്, മനസ്സിനും ബുദ്ധിക്കും അതീതമായ, ദ വിറ്റ്നസ്, സാക്ഷിയായ, ദ സുപ്രീം റിയാലിറ്റി, പരമസത്യമായ, ദ സെൽഫ് ലൂമിനസ് ലൈറ്റ് ഓഫ് ദ സെൽഫ്, സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഗജശ്രേഷ്ഠൻ ചൊല്ലിയത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ പീസാക്കി നോക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നു ഐ ബോ ടു ദ സെൽഫ് ലൂമിനസ് ലൈറ്റ് ഓഫ് ദ സെൽഫ്. സ്വയം പ്രകാശിക്കുന്ന ആ ആത്മാവിൻ്റെ പ്രകാശത്തെ ഞാൻ നമിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്വൈതത്തിൽ സ്വയം പ്രകാശിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് സെൽഫാണ്, സെൽഫ് ലൂമിനസ് ആണ്. ആ പ്രകാശത്തെ വെളിപ്പെടുത്താൻ മറ്റൊരു പ്രകാശം ആവശ്യമില്ല. വെളിച്ചം മുറിയിലെ എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ആ വെളിച്ചത്തെ അറിയാൻ മറ്റുള്ള വസ്തുക്കളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ഇന്ദ്രിയ വസ്തുക്കളെ അറിയാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ വെളിപ്പെടുത്താൻ വസ്തുക്കളുടെ ആവശ്യമില്ല. ഉണ്ടോ? നമ്മൾ കാണുന്ന ഒരു സാധനം, ആ സാധനത്തെ കാണാൻ കണ്ണിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ കണ്ണിനെ അറിയാൻ ആ സാധനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ നിങ്ങളാകുന്ന പ്രകാശത്തിന് പുറത്തുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കും. നിങ്ങളാകുന്ന പ്രകാശത്തിന് നിങ്ങളുടെ മനസ്സിനെ അറിയാൻ സാധിക്കും. സ്വയം പ്രകാശിക്കുന്നതാണ് നിങ്ങൾ. ഇത് ആരെ പറ്റിയല്ല പറയുന്നത്? നിങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരെയും പറ്റിയാണ് പറയുന്നത്. ഐ ബോ ടു ദ സെൽഫ് ലൂമിനസ് ലൈറ്റ് ഓഫ് ദ സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായി പ്രകാശിക്കുന്ന, സ്വയം പ്രകാശിതമായി നിലകൊള്ളുന്ന ആ പരമമായ ശക്തിയെ നമുക്ക് വേണമെങ്കിൽ നമിക്കാം. പിന്നെ പറയുന്നു ദ വിറ്റ്നസ്, ദ സുപ്രീം റിയാലിറ്റി. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാണ്. സുപ്രീം റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പരമസത്യമാണ്. ആ പരമസത്യമായ സാക്ഷിയായ സെൽഫിനെ ഞാൻ നമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിറ്റ്നസ്സിന് മാറ്റം വരുന്നില്ല, സാക്ഷിക്കൊരു മാറ്റവും വരുന്നില്ല. നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. ചെറുപ്രായത്തിൽ നമ്മുടെ ശരീരം എങ്ങനെയായിരുന്നില്ല അല്ലേ? മാറിക്കഴിഞ്ഞു. നമ്മുടെ മനസ്സ് മാറുന്നില്ലേ? ഉണ്ട്. ഒരു ദിവസം പല നേരത്തും പല പല ചിന്തകളും വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? പലതരം ഇമോഷൻസ് നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിന് മാറ്റമില്ല. എന്താണെന്നറിയോ? ഉള്ളിലുള്ള വിറ്റ്നസ്സിന്, നമ്മുടെ ഉള്ളിലുള്ള സാക്ഷിക്ക് യാതൊരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്നു. രാവിലെ നിങ്ങൾ സന്തോഷത്തിലായിരുന്നു, വൈകുന്നേരം നിങ്ങൾ ദുഃഖത്തിലായിരുന്നു, രാത്രി ദേഷ്യത്തിലായിരുന്നു. ചില ഈ 3 അവസ്ഥകളുണ്ട്. ഈ 3 അവസ്ഥകളെയും അറിയുന്ന യഥാർത്ഥ നിങ്ങളാണ് സാക്ഷി, വിറ്റ്നസ്.
അതിന് മാറ്റമില്ല. അതിന് മാറ്റമില്ലാതെ നിലകൊണ്ടത് കൊണ്ടാണ് ഈ 3 അവസ്ഥകളും ഇന്ന പോലെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ദർ ഇസ് സംതിങ് കോൾഡ് അൺചേഞ്ചിങ് അവെയർനെസ് ഇൻ ഓൾ ഓഫ് എസ്. അതാണ് വിറ്റ്നസ്, അതാണ് പരമസത്യം, അതാണ് റിയാലിറ്റി. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സിനിമാ സ്ക്രീനിൽ വരുന്ന സിനിമയെപ്പോലെ പല പല ദൃശ്യങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ സിനിമ സ്ക്രീനിന് യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പരമസത്യമായ സുപ്രീം റിയാലിറ്റിയായ സാക്ഷി മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. അതിനോടാണ് ഐബോ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് സ്പീച്ച്. വാക്കുകൾക്ക് അതീതമായതാണ്, സംസാരത്തിന് എത്താൻ കഴിയാത്തതാണ്. ലാംഗ്വേജ്, ഭാഷയ്ക്ക് ഒരിക്കലും ഇതെന്താണ് എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് വസ്തുക്കളെ ഭാഷ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും അല്ലേ? ഒരു വൃക്ഷം ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാം, ഈ വ്യക്തി ഇങ്ങനെയാണെന്ന് പറയാം, എൻ്റെ വീട് എങ്ങനെയാണെന്ന് പറയാം, ഈ കാഴ്ച എങ്ങനെയാണെന്ന് പറയാം, ഒരാളുടെ ശബ്ദം ഇന്ന രീതിയിലാണ് എന്ന് നമുക്ക് പറഞ്ഞ് വിവരിക്കാൻ സാധിക്കും. എൻ്റെ ചിന്ത ഇങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. എനിക്കുണ്ടാകുന്ന വികാരം, മൈ ഇമോഷൻസ് ഈ രീതിയിലാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം എന്താണ്? ഈ പറയാൻ കഴിയുന്ന സംഗതികളെല്ലാം വസ്തുക്കളാണ്, ഓബ്ജക്ട്സ് ആണ്. പുറമേയുള്ള വ്യക്തികളും പുറമേയുള്ള സാധനങ്ങളും നമ്മുടെ ചിന്തകൾ പോലും വസ്തുക്കളാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആത്മാവ് വസ്തുവല്ല. ദ ലൈറ്റ് ഓഫ് ദ സെൽഫ്, ദാറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ്, അതൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞത്. വാക്കുകൾക്ക് അതീതമാണ്, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്തതാണ് യഥാർത്ഥ ഞാൻ എന്ന പരമസത്യം, സുപ്രീം റിയാലിറ്റി. ദാറ്റ് നോസ് ഓൾ ദി ഓബ്ജക്ട്സ്, എല്ലാ വസ്തുക്കളെയും അറിയാൻ കഴിയുന്ന ഒരു പ്രകാശമാണ് ആ സെൽഫ്. പക്ഷേ ഒരു വസ്തുവിനും ആ സത്യത്തെ അറിയാൻ കഴിയില്ല. ഞാൻ എന്ന ആത്മാവ് അങ്ങനെയാണ്. ഉപനിഷത്തുകൾ പറയുന്നുണ്ട്, വേർഡ്സ് റിട്ടേൺ ഫ്രം ഇറ്റ് വിതൗട്ട് റീച്ചിങ് ഇറ്റ് എന്ന്. വാക്കുകൾ അതിൽ എത്താതെ അതിൽ നിന്നും മടങ്ങുന്നു. നമ്മൾ എത്രത്തോളം വിവരിക്കാൻ ശ്രമിക്കുന്നു ഞാൻ എന്ന ആത്മാവിൻ്റെ സ്വരൂപം എന്താണ് എന്ന്, വാക്കുകളോട് എത്തില്ല. ഇതാണ് ബിയോണ്ട് ദ റീച്ച് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം. പിന്നെ പറയുന്നു ബിയോണ്ട് ദ സെൻസസ് എന്ന്. ഇന്ദ്രിയങ്ങൾക്കതീതമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ പുറമേയുള്ള വസ്തുക്കളെ അറിയുന്നത് അല്ലേ? ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യമായ വസ്തുക്കളെ മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ. നമ്മുടെ കണ്ണുകൾ രൂപങ്ങൾ കാണുന്നു അല്ലേ? നമ്മുടെ ചെവികൾ ശബ്ദം കേൾക്കുന്നു, നമ്മുടെ മൂക്ക് മണം അറിയുന്നു, നമ്മുടെ നാക്ക് രുചിക്കുന്നു, നമ്മുടെ ചർമ്മം സ്പർശനം അനുഭവിക്കുന്നു, അറിയുന്നു. അതുകൊണ്ടാണ് ഉള്ളതു 40 മഹർഷി പറയുന്നു, ദ വേൾഡ് ഈസ് ഓഫ് ദ ഫോം ഓഫ് ദ 5 സെൻസ് പെർസെപ്ഷൻസ് എന്ന്. ലോകം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്നാണ്. ലോകം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിർമ്മിത രൂപത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങളാണെന്നാണ് മഹർഷി ഉള്ളതു 40 പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല ആത്മാവ്. സെൻസസ് കനോട്ട് പെർസീവ് വാട്ട് ഇറ്റ് ഈസ്. സെൻസസ് പ്രവർത്തിക്കണമെങ്കിൽ ആ പ്രകാശം വേണം, അവെയർനെസ് വേണം. പക്ഷേ ആ അവെയർനെസ്സിനെ, ആ പരമാത്മ സ്വരൂപത്തെ അറിയാൻ ഈ സെൻസസ് കൊണ്ടൊരിക്കലും സാധ്യമല്ല എന്നാണ്. ആത്മാ ഈസ് ബിയോണ്ട് സെൻസറി പെർസെപ്ഷൻ. ഇന്ദ്രിയ ധാരണയ്ക്ക് അതീതമാണ് ആത്മാവ്. പിന്നെ പറയുന്നു ഈവൺ ബിയോണ്ട് ദ മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ്. മനസ്സിനും ബുദ്ധിക്കും അതീതമാണ്, അതിന് പോലും അതീതമാണ്. ഈവൺ ബിയോണ്ട് ദ മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ്. മനസ്സുപയോഗിച്ചും ബുദ്ധി ഉപയോഗിച്ചും നമുക്ക് പലതും ചിന്തിക്കാൻ കഴിയും, വിശകലനം ചെയ്യാൻ കഴിയും, സങ്കല്പിക്കാൻ കഴിയും. എന്തിനു വേണ്ടി? ടു അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്. സെൽഫ് ഒരു കോൺസെപ്റ്റ് അല്ല. അതുകൊണ്ട് മനസ്സിന് പോലും ഗ്രഹിക്കാൻ കഴിയുന്നതല്ല ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, വേറൊന്നുമല്ല. മറ്റൊരു സത്യമല്ല ഈ പറയുന്നത്. യഥാർത്ഥ നിങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമുക്ക് ഈ ആത്മാവിനെ അറിയണമെങ്കിൽ തീർച്ചയായും മനസ്സ് കാമായിരിക്കണം. ചിന്തകളുള്ള സമയത്ത് നമുക്ക് വിഷമമായിരിക്കും. അതിനർത്ഥം എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത് മനസ്സിന് മുമ്പുള്ളതാണ്, മനസ്സിനപ്പുറത്തല്ല. മനസ്സിന് അതീതമാണ് എന്ന് പറയുമെങ്കിലും ആത്മാവ് മനസ്സിന് മുന്നേ ഉള്ളതാണ്. ആത്മാവില്ലെങ്കിൽ മനസ്സില്ല, മനസ്സില്ലെങ്കിലും ആത്മാവുണ്ട്. Therefore it is beyond the mind and the intellect.
ഗജശ്രേഷ്ഠൻ പറഞ്ഞത് വീണ്ടും നോക്കിയാൽ മതി. ഐ ബോ ടു ദ സെൽഫ് ലൂമിനസ് ലൈറ്റ് ഓഫ് ദ സെൽഫ്, ദ വിറ്റ്നസ്, ദ സുപ്രീം റിയാലിറ്റി, ദാറ്റ് വിച്ച് ഇസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് സ്പീച്ച്, ബിയോണ്ട് ദ സെൻസസ് ആൻഡ് ഈവൺ ബിയോണ്ട് ദ മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ്. ആത്യന്തികമായ സത്യത്തോടുള്ള വന്ദനമാണ് ഗജശ്രേഷ്ഠൻ്റെ ഈ സ്തോത്രം. സ്വയം പ്രകാശിക്കുന്ന, എല്ലാ അനുഭവങ്ങളെയും നിശബ്ദമായി കാണുന്ന, പരമവും മാറ്റവുമില്ലാത്തതായ ആ യാഥാർത്ഥ്യമുണ്ടല്ലോ, ആ സുപ്രീം റിയാലിറ്റി ഉണ്ടല്ലോ, അതിനെ നമുക്ക് വാക്കുകൾ കൊണ്ടൊരിക്കലും വർണ്ണിക്കാൻ സാധിക്കില്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാൻ കഴിയില്ല, മനസ്സിനോ ബുദ്ധിക്കോ അത് പിടിച്ചെടുക്കാൻ പറ്റില്ല. ആ ആത്മാവിനെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നത്. സത്യത്തിൽ ഭാഗവതത്തിലുള്ള ഈ ഒരു കഥ, ഇറ്റ് ഈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ജ്ഞാനത്തിൻ്റെ. ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇൻഡിവിജ്വൽ ജീവ. ഗജശ്രേഷ്ഠൻ ആരാണ്? ദ ഈഗോ. ഞാൻ ഈ ശരീരമാണ് എന്ന വിചാരത്തിൽ ജീവിതം കഴിച്ചു കൂട്ടുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ഗജേന്ദ്രൻ. ഗജേന്ദ്രൻ വളരെ പവർഫുള്ളാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമുക്ക് തോന്നുകയാണ് നമ്മൾ വളരെ പവർഫുള്ളാണ് എന്ന്. നമുക്ക് തോന്നും നമ്മൾ സ്ട്രോങ് ആണ്. പലപ്പോഴും നമുക്ക് എക്സസീവ് പ്രൈഡ് ഉണ്ടായിരിക്കും, കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ ബാഹ്യമായ ജീവിതത്തിന് ഗുണം ചെയ്യില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആത്മസാക്ഷാത്കാരത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും നമുക്ക് കൂടെ ഉണ്ടാകില്ല. നമുക്ക് ഈ ജീവിതം ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് ജീവിക്കുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് അഹങ്കാരമുണ്ട്, ഞാനിതാണ് എന്ന തോന്നലുണ്ട്. എനിക്ക് ശക്തിയുള്ളപ്പോൾ, ആൾബലമുള്ളപ്പോൾ, എനിക്ക് പണമുള്ളപ്പോൾ, പേരും പ്രശസ്തിയുമുള്ളപ്പോൾ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന മിഥ്യയിൽ പെട്ടുപോകുന്നു ഗജേന്ദ്രൻ, ഇൻഡിവിജ്വൽ ജീവ. കുറേ കാലം നമുക്കങ്ങനെ ജീവിക്കാം, പക്ഷേ എക്കാലവും മാനേജ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് അവിടെ ലേക്കുണ്ടല്ലോ, ആ തടാകം. ഈ തടാകം സൂചിപ്പിക്കുന്നത് വേൾഡ്ലി ലൈഫാണ്, സംസാര, ദ വേൾഡ് ഓഫ് എക്സ്പീരിയൻസസ്. ഈ ലേക്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ, പൂക്കളും ചെടികളും, മനോഹരമായ തടാകമാണ്. ജീവിതം അങ്ങനെയാണ്, നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും, ഫുൾ ഓഫ് എൻജോയ്മെൻറ്റ്. എവിടേക്ക് നോക്കിയാലും നമുക്ക് സന്തോഷം പകരുന്ന കാഴ്ചകളും ശബ്ദങ്ങളും ഒക്കെയാണ്. ബ്യൂട്ടി, പ്ലഷറിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു അല്ലേ? പക്ഷേ ഗജേന്ദ്രൻ ആ ലേക്കിലേക്ക് ഇറങ്ങിയ ശേഷം വെള്ളം കുടിച്ച് ഒന്ന് കുളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മുതല കടിച്ചത് അല്ലേ? നമ്മളെല്ലാവരും ഇതുപോലെയുള്ള സുഖങ്ങൾ അന്വേഷിച്ച് ഈ സംസാര ബന്ധനത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് നമുക്കും ഈ മുതലയുടെ കടി ഏൽക്കുന്നത്. ഈ ക്രൊക്കഡൈൽ എന്ന് പറയുന്നത് ബോണ്ടേജ്, സംസാര, അറ്റാച്ച്മെൻറ്റ്, ദ ഫോഴ്സസ് ദാറ്റ് ബ്ലൈൻഡസ്. നമ്മുടെ കണ്ണുകളുടെ കാഴ്ച നശിപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളൊക്കെയാണ് മുതല. ഇതാണ് ഏറ്റവും പ്രശ്നം. നമ്മുടെ തീരാത്ത ആഗ്രഹങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ആഗ്രഹങ്ങൾ മുതലയാണ്. നമ്മുടെ ഭയങ്ങൾ, ആങ്സൈറ്റി മുതലയാണ്. നമ്മുടെ പ്രാരബ്ധകർമ്മ മുതലയാണ്. നമ്മുടെ വാസനകളുണ്ടല്ലോ, ഇന്നതെനിക്ക് വേണം, ഇതിൽ നിന്നും എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന തോന്നലുള്ള ഒരു ഫീലിംഗ് ഉള്ളിൽ നിന്നും വലിക്കുകയാണ് എന്നെ, മുതലയാണ്. ഈ മുതല എവിടെയുള്ളത്? വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഈ സംസാരം നമ്മളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതോടൊപ്പം മുതലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഭാഗവതം അരുളി ചെയ്യുകയാണ്. ഇറ്റ്സ് എ സ്ട്രോങ് ഫീൽഡ് ഓഫ് വേൾഡ്ലി ലൈഫ്. ഒരു പ്രാവശ്യം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റി എന്ന് വരില്ല എന്ന് പറയുകയാണ്. പിന്നെ ലോങ് സ്ട്രഗിളാണ്. മുതലയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർഷങ്ങളോളം പ്രതിരോധിക്കുകയാണ്. ഈ സംസാര ബന്ധനത്തിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി, ഈ വിഷമങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി ഞാൻ മുതലയോട് മല്ലിടാണ്. ആ സമയം വേസ്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് മീ അറ്റ് ഓൾ. ഹ്യൂമൻ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. എത്ര ശക്തി ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്തിട്ടും മുതലയിൽ നിന്നും രക്ഷ നേടാൻ ഗജേന്ദ്രന് സാധിച്ചില്ല. ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, പണമുണ്ട്, പേരും പ്രശസ്തിയുണ്ട്, കഴിവുണ്ട്. എന്നാലും ചിലപ്പോൾ നമുക്ക് ഈ സംസാരമായ ബന്ധനത്തിൽ നിന്നും പിടിവിടാൻ നമുക്ക് പറ്റില്ല. നമുക്കപ്പോൾ മനസ്സിലാകും എനിക്കൊറ്റയ്ക്ക് ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയില്ല എന്ന ബോധം നമുക്ക് ജനിക്കും. അവിടെയാണ് അഞ്ചാമത്തത്, ദ പ്രയർ.
ഗജേന്ദ്രൻ സ്തോത്രം ചൊല്ലുകയാണ് ചെയ്തത്. ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് കോൾഡ് ടേണിംഗ് വിത്തിൻ. നമ്മൾ ഉള്ളിലേക്ക് തിരിയുകയാണ്. ഗജേന്ദ്രന് മനസ്സിലായി എനിക്ക് രക്ഷയില്ല. ഇറ്റ് ബിക്കം എക്സോസ്റ്റഡ്. ആ സമയത്ത് സറണ്ടർ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ മൊമെൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഉള്ളിലേക്ക് തിരിയേണ്ട സമയമായി. ഇറ്റ് ഈസ് ടൈം ടു ടേൺ വിത്തിൻ. വിചാരം ചെയ്യേണ്ട സമയമായി. ആ പരമസത്യത്തെ അറിയാനുള്ള സമയമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈഗോന് ഏറ്റവും വലിയ ലിമിറ്റേഷനാണ്. ഒരിക്കലും ഇത് അറിയാൻ ശ്രമിക്കില്ല. നമ്മൾ നമ്മുടെ പേഴ്സണൽ പവറിൽ തന്നെ നിൽക്കും. സത്യത്തെ അറിയുകയാണ് വേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ടേണിംഗ് വിത്തിനാണ്, ജ്ഞാനമാർഗത്തിൽ. അങ്ങനെ നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗജശ്രേഷ്ഠൻ്റെ മുന്നിൽ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു അല്ലേ? വിഷ്ണു എന്ന് പറയുന്നത് ഗ്രേസ് ആണ്, ദൈവകൃപയാണ്, ദ സുപ്രീം റിയാലിറ്റി. മറ്റെവിടെയല്ല ഉള്ളത്? നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. നിങ്ങളുടെ ഉള്ളിലാണ് ഉള്ളത് ഗ്രേസ്. നിങ്ങൾ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ആ ഗ്രേസ് നിങ്ങളിലേക്ക് വരികയുള്ളൂ. അങ്ങനെയാണ് ഡിവൈൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്തത്. നിങ്ങളുടെ സറണ്ടർ കൃത്യമാണെങ്കിൽ, ജെനുവിൻ ആണെങ്കിൽ, ഗ്രേസ് വിൽ റെസ്പോണ്ട് വിത്ത് പ്രിസിഷൻ, വിത്ത് അക്യുറസി ആൻഡ് ഇമ്മീഡിയറ്റ്ലി. പക്ഷേ അത് വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി ആയിരിക്കണം. ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്രേസ് വന്ന സമയത്താണ് ആനയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. ഗജശ്രേഷ്ഠൻ മുതലയുടെ പിടിയിൽ നിന്നും മുതലയെ ഇല്ലാതാക്കുക ചെയ്തത് വിഷ്ണു. ഗ്രേസ് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നമ്മുടെ ഭയം നമ്മളെ വിട്ടുമാറും. നമ്മുടെ വിഷമങ്ങൾ ഇല്ലാതെയാകും. നമുക്ക് വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് പല പല സഹായങ്ങളും വന്നെത്തും. ഇതിനാണ് ലിബറേഷൻ എന്ന് പറയുന്നത്. സിംബോളിക്കാണ്. ഇവിടെ മുതല എന്താണ്? മുതല ശരിക്കും ഇഗ്നോറൻസ് ആണ്, അജ്ഞാനമാണ്. ബോണ്ടേജ്, സഫറിങ് അവസാനിക്കണമെങ്കിൽ ജ്ഞാനം തെളിയണം എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. അവിടെയാണ് ഫ്രീഡം. അപ്പോൾ ഈഗോ ആയ ഞാൻ, ഗജശ്രേഷ്ഠനായ ഞാൻ എന്ത് ചെയ്യണം? ബോ ടു ദ സെൽഫ്, ലൂമിനസ് ലൈറ്റ് ഓഫ് ദ സെൽഫ് എന്നാണല്ലോ പറയുന്നത്. സ്വയം പ്രകാശിക്കുന്ന ആ ആത്മാവിനെ നമിക്കണം. ഇവിടെ നമ്മൾ ദ്വൈതത്തിലുള്ളവർ, ദ്വൈതം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ, ദൈവം വേറെ, ഈശ്വരൻ വേറെ എന്നതിലാണ് ഭക്തിമാർഗം ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? ആ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പമുണ്ടല്ലോ, ഒരു ഈശ്വര സങ്കല്പമുണ്ടല്ലോ, ഒരു ശക്തിയുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ. ഈ ശക്തിയിൽ ഞാൻ പിടിച്ചാൽ എനിക്ക് അഭയം തരും എന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ പിടിക്കണം, അവിടെ നിങ്ങൾ നമിക്കണം, അവിടേക്ക് സറണ്ടർ ചെയ്യണം. നിങ്ങൾ സ്ട്രോങ് ആയി പിടിച്ചുകൊണ്ടിരുന്നാൽ, വിത്ത് ഹ്യൂമിലിറ്റി, വിത്ത് ഭക്തി, സറണ്ടർ ഭാവത്തോടെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളറിയാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ, ഞാൻ എന്നൊരു ഭാവം ഉണ്ടല്ലോ, ആ ഭാവം ഇല്ലാതെയാകും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സെൽഫിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലും. ആ സെൽഫിലേക്ക് നിങ്ങൾ ലയിക്കും. സെൽഫിലേക്ക് ലയിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ പരമാത്മ സ്വരൂപത്തിൽ ഗ്രേസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, സ്വയം പ്രകാശിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ. അത് ഈഗോനെ ഇല്ലാതെയാക്കും, വിഴുങ്ങിക്കളയും. പിന്നെ അവിടെ ഈഗോ ഇല്ല, പിന്നെ നിങ്ങൾ എന്ന വ്യക്തിത്വ ബോധം ഇല്ല. വാട്ട് ഈസ് ദെയർ ഇസ് ഓൺലി സെൽഫ്. ഇവിടെയാണ് സറണ്ടർ കംപ്ലീറ്റ് ആകുന്നത്. സറണ്ടർ കംപ്ലീറ്റ് ആകുമ്പോൾ അതിന് പറയുന്നു ജ്ഞാന, സ്വരൂപജ്ഞാനം എന്ന് പറയും, നോളജ് ഓഫ് സത്ത്. സ്വരൂപജ്ഞാനം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ ആ പരമാത്മ ചൈതന്യത്തിലേക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുമ്പോഴാണ് സ്വരൂപജ്ഞാനമുണ്ടാകുന്നത്. നമുക്കുള്ളത് വിഷയജ്ഞാനമാണ്. നമുക്ക് പുറമേയുള്ള ലോകത്തെക്കുറിച്ച് എല്ലാം അറിയാം, പക്ഷെ നമുക്ക് ഈ സത്യം മാത്രം അറിയില്ല. വിഷയജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് ഒബ്ജക്ട്സ്. സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് അവർ ഓൺ സെൽഫ്, നോളജ് ഓഫ് സത്ത് എന്ന് പറയും. അപ്പോൾ രണ്ട് വഴി. ഒന്ന്, നമുക്ക് ദൈവത്തെ അല്ലെങ്കിൽ ആ പരമാത്മ തത്വത്തെ, ആ ശക്തിയെ ഞാൻ അല്ല എന്ന രീതിയിൽ നമുക്ക് കാണാം. വി ക്യാൻ സീ ഗോഡ് ആസ് അതർ ദാൻ അവർ സെൽഫ്. അതിന് പറയുന്നു അന്യഭാവ എന്ന്. എന്നിട്ട് ദ്വൈതത്തിലിരുന്നു കൊണ്ട് ഞാൻ ചെറുതാണ്, ആ ശക്തി അപ്പുറത്തുണ്ട്, ഞാനത് പല സ്ഥലത്തും കാണുന്നു, ഞാൻ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ കാണുന്നു, എൻ്റെ പൂജാ റൂമിലുണ്ട് എന്ന ഒരു ഫീലിംഗ് ഉള്ളവർ ദ്വൈതഭാവത്തിൽ സറണ്ടർ ചെയ്യുക, അന്യഭാവ എന്ന് പറയും. അതല്ല,
ജ്ഞാനമാർഗത്തിലേക്ക് വരുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജ്ഞാനമാർഗത്തിലുള്ളവർ മനസ്സിലാക്കുന്നത് ദേ സീ ഗോഡ് ആസ് നോട്ട് അതർ ദാൻ വൺ സെൽഫ്. അങ്ങനെ പറയാം. ഹീ ഇസ് ഐ എന്നാണ് പറയുന്നത്. അനന്യഭാവം എന്ന് പറയും. ഞാൻ തന്നെയാണ് ആ പരമാത്മ ചൈതന്യം, എനിക്കപ്പുറത്തല്ല. അപ്പോൾ അവിടേക്കാണ് സറണ്ടർ ചെയ്യുക. യു കനോട്ട് സറണ്ടർ ടു ദി ഔട്ട്സൈഡ് ഗോഡ്, ബിക്കോസ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ഉള്ളിലാണ് ആ ചൈതന്യമുള്ളത്, പരമാത്മ ചൈതന്യമുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? യു വിൽ സറണ്ടർ ടു യുവർ ഓൺ സെൽഫ്. അതാണ് അദ്വൈത. മറ്റേത് ദ്വൈതവും ഇത് അദ്വൈതയും. രണ്ടിൻ്റെയും സെയിം എഫക്റ്റാണ്. രണ്ടും വളരെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ സെൽഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദിസ് ഇസ് കോൾഡ് അനൈഹിലേഷൻ ഓഫ് ദി ഈഗോ. ജ്ഞാനമാർഗത്തിൽ പറയുന്നത് ഈഗോ, ഞാൻ ഈ വേറിട്ട് നിൽക്കുന്ന ശരീരമനസ്സാണ് എന്ന തോന്നലുണ്ടല്ലോ, ആ തോന്നൽ ഇല്ലാതെയാകും. രമണ മഹർഷി പറയുന്നു, ടു ഈച്ച് പേഴ്സൺ ദാറ്റ് വേ ഇസ് ദ ബെസ്റ്റ് വിച്ച് അപ്പിയേഴ്സ് ഈസിയസ്റ്റ് ഓർ അപ്പീൽസ് മോസ്റ്റ്. ഓരോ വ്യക്തിക്കും ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പമുള്ളതോ ആകർഷകമായതോ ആയ വഴിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കണം നിങ്ങളോട്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാണ്? എളുപ്പമുള്ള വഴി ഏതാണ്? ആൻഡ് വാട്ട് അപ്പീൽസ് ടു യു മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്ന വഴി ഏതാണ്? ദ്വൈതമാണോ അദ്വൈതമാണോ? എനിക്ക് വളരെ നാച്ചുറലായിട്ട് വരുന്ന ഏതൊരു ഫീലിംഗാണ്. ഈശ്വരൻ എനിക്ക് പുറത്താണ് എന്ന് തോന്നുമ്പോൾ അവിടേക്ക് സറണ്ടർ ചെയ്യണം. ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അവിടേക്ക് ചെയ്യുക. അതാ പറയുന്നത്, ടു ഈച്ച് പേഴ്സൺ ദാറ്റ് വേ ഇസ് ദി ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റാണ്, ഏറ്റവും നല്ലത് അതാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് ബോധ്യമുള്ളതുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. മറ്റാരും പറയുന്നത് സ്വീകരിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ ചോയ്സ് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആർട്ടിഫിഷ്യലായിട്ട് മാറും. ദ്വൈതത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്വൈതത്തിൽ പിന്നെ വരും. തൽക്കാലം ആയിട്ടില്ല എങ്കിൽ എന്തു വേണം? ഗോ ഫോർ ദ്വൈത. സീ ഗോഡ് എസ് സെപ്പറേറ്റ് ഫ്രം യു ഇഫ് ദാറ്റ് അപ്പീൽസ് ടു യു മോസ്റ്റ്. അതാണ് മഹർഷി പറയുന്നത്. ആൻഡ് ഹി കണ്ടിന്യൂസ്, all the ways are equally good as they lead to the same goal, which is the merging of the ego in the self. എല്ലാ വഴികളും ഒരുപോലെ നല്ലതാണ്. കാരണം എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത്. ആ ലക്ഷ്യം എന്താണ്? അഹങ്കാരത്തെ ആത്മാവിൽ ലയിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. നമ്മൾ കണ്ടു എങ്ങനെയാണ് ഈഗോ സെൽഫിലേക്ക് മർജ് ചെയ്തത് എന്നല്ലേ. അത് വിചാരത്തിലൂടെ ആയിരുന്നില്ല, ഭക്തിയിലൂടെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭക്തിയാണ് സ്ട്രോങ് എങ്കിൽ എന്തു വേണം? ഭക്തിയിലൂടെ വിത്ത് ഫെയ്ത്ത് ഇൻ യുവർ ലോഡ് നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാം. ആൻഡ് മഹർഷി കണ്ടിന്യൂസ്, വാട്ട് ദ ഭക്ത കോൾസ് സറണ്ടർ, ദ മാൻ ഹൂ ഡസ് വിചാര കോൾസ് ജ്ഞാന. ഭക്തൻ സമർപ്പണം എന്ന് വിളിക്കുന്നതിനെ വിചാരം ചെയ്യുന്നവൻ ജ്ഞാനം എന്ന് വിളിക്കുന്നു. വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഭക്തന് സറണ്ടറാണ്, ജ്ഞാനിക്ക് ജ്ഞാനം. ഇവിടെ സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവോട്ടി ഉണ്ടല്ലോ, ഭക്തനുണ്ടല്ലോ, ബിക്കംസ് വൺ വിത്ത് ഗോഡ്. ഇതാണ് വൺനെസ് എന്ന് പറയുന്നത്. പിന്നെ വൺനെസ് ആയി കഴിഞ്ഞാൽ ദർ ഇസ് നോ സെപ്പറേറ്റ് ഭക്ത, ഒരു സെപ്പറേറ്റ് ഡിവോട്ടി ഇല്ല. സെപ്പറേറ്റ് ഡിവോട്ടി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഭാരം അവിടെയുണ്ടോ? ഇല്ല. നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം പിന്നെ നമ്മുടേതല്ലാതെ മാറും. നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞു. അതാണ് സറണ്ടർ. വിചാരം ചെയ്യുന്ന ആളാണെങ്കിലോ ഓട്ടോമാറ്റിക്കായിട്ട് ഹി ഗോസ് വിഥിൻ, ഹി ടേൺസ് വിഥിൻ. അപ്പോഴും ഞാൻ വേറിട്ട് നിൽക്കുന്ന ഈ ശരീര മനസ്സാണ് എന്ന തോന്നലില്ലാതെയാകും. അവിടെയും വണ്ണസ് തന്നെ വിചാരത്തിലൂടെ നടക്കുന്നു. മഹർഷി കംപ്ലീറ്റ് ചെയ്യുന്നു, ബോത്ത് ആർ ട്രൈങ് ഓൺലി ടു ടേക്ക് ദ ഈഗോ ബാക്ക് ടു ദ സോഴ്സ് ഫ്രം വിച്ച് ഇറ്റ് സ്പ്രാങ് ആൻഡ് മേക്ക് ഇറ്റ് മെർജ് ദെയർ. രണ്ടുപേരും ശ്രമിക്കുന്നത്, ഭക്തനായാലും ശരി ജ്ഞാനിയായാലും ശരി, രണ്ടുപേരും ശ്രമിക്കുന്നത് അഹങ്കാരത്തെ അത് ഉത്ഭവിച്ച ഉറവിടത്തിലേക്ക്, സോഴ്സിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ ലയിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഡസ്. സോഴ്സ് ഓഫ് ദ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെൽഫ്. നിങ്ങളുടെ ഉറവിടം. നിങ്ങൾക്ക് ഞാൻ എന്നൊരു തോന്നൽ വരുന്നില്ലേ ഉള്ളുന്ന്? ആ ഞാൻ എന്ന തോന്നൽ വരുന്നത് എവിടെ നിന്നറിയോ? ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നാണ്, ആ സെൽഫിൽ നിന്നാണ്. ബ്രഹ്മൺ എന്ന് പറയുമല്ലോ, അതിൽ നിന്നാണ്. ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയില്ലേ, സെയിം, ഒരു വ്യത്യാസവുമില്ല. അതിലേക്ക് നമ്മൾ ലയിക്കണം. ആ ഈഗോ ഉള്ളത് സെൽഫ് ഉള്ളത് കൊണ്ടാണ്.
സെൽഫ് ഇല്ലെങ്കിൽ ഈഗോ ഇല്ല. നിങ്ങൾക്ക് ഞാൻ എന്നൊരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ ഒരു പരമാത്മ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ന തോന്നൽ വരില്ല. കയറും സർപ്പവും നമ്മൾ പറയാറില്ലേ? കയറില്ലെങ്കിൽ സർപ്പമില്ല. സർപ്പമുണ്ട് എന്ന തോന്നൽ വരാനുള്ള കാരണം കയറുള്ളത് കൊണ്ട് മാത്രമാണ്. സർപ്പമില്ലെങ്കിലും കയറുണ്ടാവും, കയറില്ലെങ്കിൽ സർപ്പമില്ല. സെൽഫ് ഇല്ലെങ്കിൽ ഈഗോ ഇല്ല, ഈഗോ ഇല്ലെങ്കിലും സെൽഫുണ്ട്. അപ്പോൾ അവിടെ തത്വം ഏതാണ്? സത്യം ഏതാണ്? അതാണ് സെൽഫ്. ഈഗോ അല്ല സത്യം. ഈഗോ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് അത് സത്യമല്ല. പക്ഷേ സെൽഫ് എക്കാലവുമുള്ളതാണ്, അതാണ് സത്യം. സോ ഭക്ത merges with the self through surrender. One who practices vichara merges with the self through atmavichara, self-enquiry. അപ്പോൾ സെൽഫ് ആൻഡ് ഈഗോ ഈ രീതിയിലാണ്. നമ്മൾ നമ്മുടെ വിഷമങ്ങളെ നമുക്ക് കൃത്യമായി സറണ്ടർ ചെയ്തുകൊണ്ട് സെൽഫിലേക്ക് മെർജ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. സറണ്ടർ, ലെറ്റ് ഹിസ് വിൽ ബി ഡൺ. സ്വയം സമർപ്പിക്കുക, അവൻ്റെ ഇച്ഛ നടക്കട്ടെ. ഈ അവൻ എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യമാണ്. ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം എന്തിനു വേണ്ടിയാണോ നിങ്ങളെ ഇവിടെ എത്തിച്ചത്, അത് അവൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് എന്നാണ് പറയുന്നത്. ആ ശക്തിയാണ് നിശ്ചയിച്ചത് എന്തെല്ലാം നമ്മൾ ഇതിൽ അനുഭവിക്കണം ഈ ജന്മത്തിൽ. അപ്പോൾ നമ്മൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് സുഖമായി യാത്ര ചെയ്യാം. അതിനർത്ഥം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ? ഒരിക്കലുമല്ല. യു മസ്റ്റ് ഡു വാട്ട് എവർ യു ആർ സപ്പോസ് ടു ഡു. പക്ഷെ എന്താണ് വ്യത്യാസം? ഡൂവർ ഞാനാണ് എന്ന തോന്നൽ പാടില്ല, ഞാനാണ് ചെയ്യുന്നത് എന്ന അഹങ്കാരം പാടില്ല. അപ്പോൾ ആരെയാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്? ഡൂവറിനെയാണ് സറണ്ടർ ചെയ്യുന്നത്. ഞാൻ എന്ന അഹങ്കാരത്തെയാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്, മറ്റൊന്നിനെയല്ല. അങ്ങനെ വരുമ്പോൾ ഹിസ് വിൽ വർക്ക്. സറണ്ടർ ടു ഹിസ് വിൽ, ലെറ്റ് ഹിസ് വിൽ ബി ഡൺ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. മെഡിറ്റേഷനിലേക്ക് കടക്കാം. കണ്ണുകളടച്ച് സ്വസ്ഥമായിട്ടിരുന്നോളൂ. കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലൂടെ കടത്തിവിടാം. പരമാത്മ ചൈതന്യം വാക്കുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും പിടിക്കാൻ കഴിയാത്തതാണ് എന്ന് നമ്മൾ പഠിച്ചു. എല്ലാറ്റിനും സാക്ഷിയായി നിലകൊള്ളുന്ന ആ സ്വയം പ്രകാശമായ പരമാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇറ്റ് ഈസ് ടൈം ടു ബോ ടു ദാറ്റ് പവർ. അതിലേക്ക് വണങ്ങാനുള്ള സമയമായി. നിങ്ങൾ എന്തെല്ലാം ഭാരമാണ് തലയിൽ ചുമന്ന് നടക്കുന്നത് എന്ന് പരിശോധിക്കണം. എന്തെല്ലാം വിഷമങ്ങളാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഗജേന്ദ്രൻ ആ തടാകത്തിൽ തനിയെ പോരാടിയതുപോലെ നമ്മളും നമ്മുടെ പ്രശ്നങ്ങളും ആകുലതകളും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് പരിഹരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്നാൽ ഈ നിമിഷം ആ ഭാരം താഴെ ഇറക്കി വയ്ക്കാം. രമണ മഹർഷി പറഞ്ഞതുപോലെ you can put down that load. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ആ ഭാണ്ഡക്കെട്ട് തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്നത് മണ്ടത്തരമാണ്. ട്രെയിൻ എന്തായാലും ലക്ഷ്യസ്ഥാനത്തെത്തും. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ട്രെയിൻ. നിങ്ങൾ ഈ ഭാരം വഹിച്ചുകൊണ്ട് നടന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും.
ഇവിടെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. ആ പരമമായ ശക്തിയിൽ അഭയം തേടണം. അതിന് വേണ്ടത് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ഭാവം ഉപേക്ഷിക്കലാണ്. സിംപ്ലി ലെറ്റ് ഗോ ഓഫ് യുവർ ഡൂവർഷിപ്പ്. ആ ഭാവം ഉപേക്ഷിച്ച ശേഷം എല്ലാത്തിനെയും നയിക്കുന്ന ആ ഉയർന്ന ശക്തിക്ക് സ്വയം വിട്ടുകൊടുക്കണം. ഒരു കൈക്കുഞ്ഞ് അമ്മയുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന പോലെ നിങ്ങളും ആ പരമാത്മാവിൻ്റെ കൈകളിൽ പൂർണ്ണ സുരക്ഷിതയാണ്. ഈ ഭാവത്തിൽ യു ക്യാൻ സറണ്ടർ, സർവവും സമർപ്പിക്കുക. മനസ്സിൽ പറയുക, എൻ്റെ ഭാരങ്ങൾ എൻ്റേതല്ല, നിൻ്റേതാണ്. രമണ മഹർഷി അരുളി ചെയ്തതുപോലെ ഒരു ഭക്തൻ എന്തിനെയാണോ ശരണാഗതി എന്ന് വിളിക്കുന്നത്, അതിനെയാണ് ഒരു ജ്ഞാനി വിചാരം എന്ന് പറയുന്നത്. രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വഴികളാണ്. ഞാൻ എന്ന ചിന്തയാണ് ജ്ഞാനമാർഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഞാൻ എന്ന ചിന്ത എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അവിടേക്ക് ശ്രദ്ധിക്കുക. ഞാനാണ് ഇത് വഹിക്കുന്നത്, ഞാനാണ് ഇത് ചെയ്യുന്നത്, ഞാനാണ് ഈ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നത്, ഞാനാണ് സുഖം അനുഭവിക്കുന്നത്. എല്ലാത്തിലും ഒരു ഞാനുണ്ടല്ലോ. ഈ ഞാൻ എന്ന ഉറവിടത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോവുക. ടേക്ക് യുവർ അറ്റൻഷൻ ടു ദി ഐ ഫീലിംഗ് വിത്തിൻ യു. ഇതിനാണ് ടേണിംഗ് വിത്തിൻ എന്ന് പറയുന്നത്. ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കുന്നു. ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കുന്നത് തന്നെയാണ് സറണ്ടർ അഥവാ ശരണാഗതി. ഭാരം ചുമക്കുന്ന ഞാൻ ആരാണ്? ദുഃഖിക്കുന്ന ഞാൻ ആരാണ്? ഹൂ ആം ഐ? ഇതന്വേഷിക്കണം. ഈ അന്വേഷണവുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ചിന്തകൾ കടന്നു വന്നാൽ ആ ചിന്തകളുടെ ഉറവിടവും തേടണം. ഈ ചിന്തകൾ ആർക്കാണ് ഉണ്ടാകുന്നത്? To whom do these thoughts arise? എനിക്ക് എന്ന അറിവ് ഉള്ളിൽ നിന്ന് വരും.
വീണ്ടും ആരാണ് ഈ ഞാൻ എന്ന് അന്വേഷിക്കണം. വാട്ട് ഈസ് ദിസ് ഐ? ഹൂ ഈസ് ദിസ് ഐ? When you go inside, മനസ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങും. യു വിൽ ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ. സമർപ്പിക്കപ്പെട്ടത് ഈഗോ ആണ്. ഞാൻ എന്ന ഭാവത്തെയാണ് നമ്മൾ സമർപ്പിച്ചത്. ആ അഹന്ത അതിൻ്റെ സോഴ്സിൽ, ഉറവിടത്തിൽ അലിയുമ്പോൾ പിന്നെ ഞാനില്ല. പിന്നെ അവിടെയുള്ളത് പരമാത്മസത്യം മാത്രം. ഗജശ്രേഷ്ഠൻ പറഞ്ഞതുപോലെ വാക്കുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ, മനസ്സിനും ബുദ്ധിക്കും അതീതമായ സാക്ഷിയായ പരമസത്യമായ സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ ഞാൻ നമിക്കുന്നു. ഇതാണ് സറണ്ടർ അഥവാ സമർപ്പണം. പതുക്കെ സമയമാകുമ്പോൾ കണ്ണുകൾ തുറക്കാം.